നമ്മളിപ്പോൾ ഇടയ്ക്കിടെ കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മ തന്നെ കുഞ്ഞിനെ ദ്രോഹിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ ചില ഇൻസിഡൻസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അടക്കം നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, എങ്ങനെയാണ് നൊന്തുപെറ്റ അമ്മയ്ക്ക് ഇതുപോലെ കുഞ്ഞിനെ ദ്രോഹിക്കാൻ കഴിയുക എന്നുള്ളത്. ഇതിനെന്തായാലും ഒരു മെഡിക്കൽ വശമുണ്ടായിരിക്കും, അവരങ്ങനെ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ടായിരിക്കും. എന്താണ് ഡോക്ടർ ആ ഒരു റീസൺ? ശരി, ഓഫ് കോഴ്സ് കേരള മനസ്സാക്ഷിയെ തന്നെ വേദനിപ്പിച്ചൊരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്തിരി മുമ്പ് നടന്നത്. സ്വന്തം പ്രസവിച്ച അമ്മ കടൽ ഭിത്തിയിൽ കുട്ടിയെ എറിഞ്ഞു കൊന്നു. അന്ന് ആ അമ്മയ്ക്കെതിരെ ഘോരഘോരം സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ അമ്മയ്ക്കെതിരെ ഒരുപാട് നെഗറ്റീവ് കമൻസും, അങ്ങനെയാണോ അമ്മ, ഇങ്ങനെ അമ്മയ്ക്ക് ചെയ്യാവോ, ഇതൊരു അമ്മയാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഒരുപാട് കമൻസും അമ്മ ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു മെഡിക്കൽ വശം എന്താണെന്ന് കഴിഞ്ഞാൽ അമ്മ ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിരുന്നു. അത് ആർക്കോ ഫാമിലീസിന് ആർക്കോ ഡയഗ്നോസ് ചെയ്യാനും പറ്റിയില്ല, ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റോ ചികിത്സയോ കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ടോപ്പിക് എന്തെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്. പണ്ട് കാലത്തും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് ജീവിച്ചിരുന്ന ഒരു ജീവിത വ്യവസ്ഥിതി ഈ പറയുന്ന മാതിരി കൂട്ടുകുടുംബത്തിലൊക്കെ ആവുമ്പോൾ അത് പെട്ടെന്ന് നമുക്കത് ഡയഗ്നോസ് ചെയ്ത് അതായത് മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനേക്കാളും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ സപ്പോർട്ട് കൂടുതലൊക്കെ ഇപ്പം ന്യൂക്ലിയർ ഫാമിലി ആവുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് കുറവാണ്, അവർക്ക് കിട്ടുന്ന സപ്പോർട്ട് കുറവാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം അത് കൂടി വരുന്നുണ്ട്. പക്ഷേ കൂടി വരുന്നത് അതുകൊണ്ട് മാത്രമല്ല, കാരണം പണ്ട് അത് ഡയഗ്നോസ് ചെയ്യപ്പെടാതെ പോവുമായിരുന്നു. ഇതാണ് എനിക്ക് അസുഖം എന്നുള്ളത് അമ്മയ്ക്കോ വീട്ടുകാർക്കോ മനസ്സിലാവാതെ പോവുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എഡ്യൂക്കേഷൻ കൊണ്ടാണെങ്കിലും ഈ സോഷ്യൽ മീഡിയ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പം അമ്മമാരൊക്കെ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കെന്തോ പ്രോബ്ലം ഉണ്ട്, എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് അവരെന്നെ നമ്മൾ ഒ പിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാണ്. ഡോക്ടർ എനിക്ക് സങ്കടമുണ്ട്, ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചാണ്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് ഉണ്ടാവുന്നൊരു ഡിപ്രഷനാണ്. അത് ചിലർക്കൊരു അപ് ടു 3 months ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും ചിലർക്ക് പ്രകടമാവുക, അല്ലെങ്കിൽ ഒരു അപ് ടു 1 year വരെ എടുക്കും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പ്രകടമാവാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അത്ര വരെ പ്രൊലോങ് ചെയ്തിട്ടും ഉണ്ടാവാറുണ്ട് ഡിപ്രഷനൊക്കെ. ഇതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോൺസൊക്കെ ഇംബാലൻസ് വരുന്നതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു റീസൺ. അതായത് ഈ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ഹോർമോൺസൊക്കെ ഓൾ ഓഫ് എ സഡൻ ഡെലിവറി കഴിയുന്നതോടെ ഇങ്ങനെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ ആ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു ഹോർമോൺ ചേഞ്ച് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഏറ്റവും വലിയൊരു റീസൺ ആയിട്ട് പറയപ്പെടാറുണ്ട്. പിന്നെ പറയുന്ന നോൺ ഹോർമോണൽ കോസസ് കുറച്ചുണ്ട്. ഈ നോൺ ഹോർമോണൽ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് അമ്മയ്ക്ക് സംഭവിക്കുന്നത്. അവരുടെ ശരീരത്തിലായാലും ബോഡിയിലായാലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അവരുടെ വർക്ക് ലൈഫിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അവരുടെ സാമൂഹികപരമായിട്ടുള്ള കുറേ ചേഞ്ചസ് ഡെലിവറി കഴിയുന്നതോടെ, ഒരു കുട്ടി അമ്മയാവുമ്പോഴേക്കും ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ അവരിതുവരെ അനുഭവിക്കാത്ത കുറേ ചേഞ്ചസാണ് അവരുടെ ലൈഫിലേക്ക് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു റീസണായി പറയപ്പെടാറുണ്ട്. പിന്നെ കുറച്ച് ടൈം സ്വന്തമായിട്ട് എനിക്ക് കിട്ടുന്ന ലെസ് ടൈം ഫോർ സെൽഫിന്, അതായത് എനിക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്. കുറച്ച് കൂടുതലായിട്ട് കുട്ടിയിലേക്ക് സ്പെൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവരുടെ ടൈം ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അവർക്ക് ഉണ്ടാകുന്ന ഫ്രീഡം കുറയുകയാണ്. അങ്ങനെ കുറേ റീസൺസ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു കാരണമാണെന്ന് പറയാറുണ്ട്. പിന്നെ ഒരു മെയിൻ റീസൺ പറയുന്നതെന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ്. കുട്ടി വരുന്നതോടെ അവരുടെ സ്ലീപ്പ് സൈക്കിള്, അവരുടെ റെഗുലർ സൈക്കിളൊക്കെ മാറ്റം വരുവാണ്. അവരിത്രയും കാലം ഉണ്ടായിരുന്ന അവരുടെ സൈക്കിളിലൊക്കെ എൻറ്റയർലി ഡിഫറെൻറ്റ് ആയി പോവുകയാണ്. അപ്പോൾ അവരുടെ ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ചില ആളുകൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറവും അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് നീങ്ങും. പിന്നെ നമ്മൾ പറയുന്നതാണ് ഒരു ആ ഫസ്റ്റ് ടൈം അമ്മയാവുമ്പോൾ ഞാൻ ശരിക്കും ഒരു നല്ലൊരു മദറാണോ, ഒരു കുട്ടി അവിടെ കരയുമ്പോഴേക്കും അയാൾക്ക് തോന്നുകയാണ് അയ്യോ എൻ്റെ കുട്ടി കരയുന്നുണ്ട്, ഞാനൊരു നല്ല അമ്മയല്ല. അങ്ങനെയൊക്കെ അവർക്ക് ഇങ്ങനെ ഭയങ്കര തോന്നലുകൾ വരുവാണ്. ഞാനൊരു ഞാൻ ശരിയായിട്ടൊരു മദർഹുഡ് എന്ന് പറയുന്നത് നിർവഹിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു തോന്നലുകൾ, ഇതൊക്കെയാണ് അവരുടെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ് മെയിൻ റീസൺസ് ആയിട്ട്, നോൺ ഹോർമോണൽ റീസൺസ് ആയിട്ട് പറയുന്നത്. പിന്നെ മുമ്പ് ഒരു ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ അല്ലെങ്കിൽ സൈക്യാട്രിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡിസോർഡേഴ്സൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്.